വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് രാവിലത്തെ യാത്ര നമ്മുടെ എടപ്പള്ളി ഗണപതി അമ്പലത്തിലേക്കാണ് കേട്ടോ. ഈ അമ്പലം കൊട്ടാരം വക ഗണപതി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് ഗണപതി ഭഗവാനെ കാണാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട്. കൊട്ടാരക്കര ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു അമ്പലമാണിത്. നമ്മളെല്ലാ കഷ്ടപ്പാടുകളും മാറാൻ, ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആശ്രയിക്കുന്നത് ഗണപതി ഭഗവാനെയാണല്ലേ. അതെ, ഒരു കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. രാവിലെ തന്നെ അമ്പലത്തിലെത്തുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, നമ്മൾക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ വന്ന് തൊഴണമെങ്കിലേ രാവിലെ 7:30, അതായത് അകത്ത് കടന്ന് തൊഴണമെങ്കിൽ രാവിലെ 7:30 ആകുമ്പോഴത്തേക്ക് തന്നെ അമ്പലത്തിലെത്തുക. ഗണപതിക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ നാളികേരം ഉടക്കുകയും അതുപോലെ നാരങ്ങാമാല, തുളസി, താമര ഇതൊക്കെ അവിടുന്ന് വാങ്ങി നമുക്ക് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ. കൂട്ടപ്പ നിവേദ്യമാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള വഴിപാട്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് രാവിലെ ടീച്ചേഴ്സ് അമ്പലത്തിലൊക്കെ പോയിട്ട് ഈ അപ്പം പ്രസാദമായിട്ടുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും കൊണ്ടു തരും കേട്ടോ. അത് ഓരോ ചെറിയ ചെറിയ പീസ് കഴിക്കാനുള്ളത്രേ ഉണ്ടാവുള്ളൂ. എന്നാലും അത് ഭയങ്കര പ്രാധാന്യമുള്ളതായിട്ട് എല്ലാവരും പറയുകയും അതേപോലെ തന്നെ നമുക്കത് കിട്ടാൻ വേണ്ടി ചെറിയൊരു പീസ് കിട്ടാനെങ്കിലും അപ്പം കാത്തു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ടേ വിചാരിക്കുന്നതാണ് ഈ അമ്പലത്തിലൊന്ന് പോയി കാണണം എന്നുള്ളത്. കൂട്ടപ്പ നിവേദ്യവും ഉദയാസ്തമന പൂജയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതുപോലെ തന്നെ അവിടെ തന്നെ നാഗത്തറയും ഉണ്ട്. അവിടെ നമ്മൾ മഞ്ഞൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ തന്നെ പോയി ഞങ്ങളും അവിടെ തൊഴുത് നിൽക്കുന്ന സമയത്ത് നമ്മൾക്കുണ്ടായിരിക്കുന്ന ആ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അമ്പലങ്ങളിലെ വിശേഷങ്ങൾ നമ്മൾ കാണുന്നതിലും അറിയുന്നതിലും ഉപരി